ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കും. പിന്നെ നാളെ ഒരു ദിവസത്തെ കാത്തിരിപ്പ് കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാലേ നമ്മൾ രണ്ടല്ലല്ലോ, ഒന്നല്ലേ. തന്റെ സങ്കടങ്ങളും പേടികളും അതിനുശേഷം എന്റെയും കൂടിയല്ലേ. പറയാനും കേൾക്കാനും ആശ്വസിപ്പിക്കാനും സ്നേഹിക്കാനും ഒരാള് കൂടെ ഉണ്ടാവുന്നതേ, അതിൽ പരം ഭാഗ്യം വേറെന്താ ഉള്ളത്? അതെ, ഞാനും ആ ഒരു നിമിഷത്തിനു വേണ്ടി മാത്രമാണ് കാത്തിരിക്കുന്നത്. അതിനിടയിൽ മറ്റൊന്നും ചിന്തിക്കണ്ട. ശാന്തമായിരിക്കെ. ദേവിക പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ശരി. ദേവികയെ കല്യാണം കഴിക്കണമെന്നല്ലേ ശരത്തിന്റെ ഏറ്റവും വലിയ മോഹം? അതെ. അത് നടക്കണമെന്ന് ആഗ്രഹമില്ലേ? അല്ല, ആഗ്രഹിച്ചിട്ടും കാര്യമൊന്നുമില്ലല്ലോ. നടക്കണ്ടേ? ദേവിക്ക് എന്നെ തീരെ ഇഷ്ടമല്ല. സിദ്ധുവായിട്ടുള്ള കല്യാണമാക്കി നടക്കാനും പോകുന്നു. അത് നടക്കൊന്നുമില്ല. അതോർത്ത് ശരത്ത് പേടിക്കണ്ട. പക്ഷെ നടക്കില്ല എന്ന് വിചാരിച്ച് കൈയും കെട്ടിയിരുന്നാൽ ശരിയാവില്ല. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം. ഞാൻ എന്ത് വേണേലും ചെയ്യാൻ തയ്യാറാ. ഈ കല്യാണം മുടങ്ങണം. എനിക്ക് എത്രയേ വേണ്ടു. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് ഞാൻ ശരത്തിനെ വിളിക്കും. എന്നിട്ടൊരു ദൗത്യം ഏൽപ്പിക്കും. ശരത്ത് ഞാൻ ഏൽപ്പിക്കുന്ന ജോലി അതുപോലെ ചെയ്യണം. ചെയ്താ കല്യാണം മുടങ്ങിയിരിക്കും. അതെന്തായിരുന്നും കൂടി പറയാമായിരുന്നു. ഒരിക്കലും ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം എനിക്കും അതറിയില്ല. എല്ലാം നടത്തുന്നത് തങ്കച്ചിയാ. തങ്കച്ചി പറയുന്നത് ഞാൻ അനുസരിക്കും. ഞാൻ പറയുന്നത് ശരത്ത് അനുസരിക്കും. ചോദിക്കുന്നോണ്ട് വേറൊന്നും തോന്നരുത്. അല്ല, തങ്കച്ചിയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കല്യാണം മുടങ്ങേണ്ടതേ എന്റെ മേഡത്തിന്റെ ആവശ്യമാണ്. അതുപോലെയാണോ തങ്കച്ചിക്ക്? ഈ സംശയങ്ങളൊക്കെ എനിക്കും ഉണ്ട്. പക്ഷേ ഈ സമയത്ത് നമ്മളെ തങ്കച്ചി വിശ്വസിച്ചല്ലേ പറ്റൂ. കല്യാണം കലക്കാൻ പറ്റുന്ന എന്തോ ഒരു ആയുധം, ഒരു രഹസ്യം തങ്കച്ചിയുടെ കയ്യിലുണ്ട്. അത് പ്രയോഗിക്കുമെന്ന് തങ്കച്ചി പറയുന്നത്. അങ്ങനെ വെറും വാക്ക് പറയുന്ന ഒരാളല്ല തങ്കച്ചി. അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട്. നിങ്ങളാരും സഹായിച്ചില്ലെങ്കിലും എങ്ങനെയെങ്കിലും കല്യാണം മുടക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയ മറ്റു ഞാൻ തടയാനിരിക്കുമായിരുന്നു. അതൊന്നും പറയുന്ന പോലെ അത്ര എളുപ്പമല്ല ശരത്തെ. ആശുപത്രി കിടക്കെ വെച്ച് പോലും കല്യാണം നടത്താം. അതും ശരിയാ. ഒന്നുകില് ദേവിക കല്യാണത്തിൽ നിന്ന് പിന്മാറണം, അല്ലെങ്കിൽ സിദ്ധു പിന്മാറണം. ഇതിലേതെങ്കിലും ഒന്ന് നടന്നാലേ കല്യാണം മുടങ്ങും. സിദ്ധു പിന്മാറാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പിന്നുള്ളത് ദേവികയെ. ദേവിക പിന്മാറുമോ? അതായിരിക്കോ തങ്കച്ചി പ്രയോഗിക്കാൻ പോകുന്ന ബോംബ്? എന്തായാലും നാളെ രാവിലെ വരെ കാക്കാം. അതല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ വഴിയില്ല. എല്ലാവരും ഉണ്ടല്ലോ. എന്താ ബ്രഹ്മേച്ചി, മുറ്റത്തൊരു പന്തലൂലും ഇട്ടില്ലല്ലോ. ഇങ്ങനൊരു കല്യാണം വീട് ഞാൻ ആദ്യമായിട്ട് കാണുക. ചടങ്ങുകൾ മുഴുവൻ മണ്ഡപത്തിലല്ലേ, പിന്നെ എന്തിനാ വീട്ടിലൊരുക്കം? ബന്ധുക്കളും കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ വരില്ലേ? ഓ, നിങ്ങൾ തമ്മിൽ തർക്കിക്കണ്ട. പന്തല് മനഃപൂർവ്വം ഇടാത്തതാ. എന്താന്നറിയില്ല, എനിക്ക് ഈ കല്യാണത്തിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ചേച്ചിയുടെ ഇഷ്ടം നോക്കാതെയാണോ കല്യാണം നടത്തുന്നത്? ആ, എന്റെ ഇഷ്ടത്തിന് എന്താ വില? പുറത്ത് പറയുന്നത് കേട്ടു പെൺകുട്ടിയുടെ ജാതകത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ? ഉണ്ടോന്നോ? അത് മാത്രമേ ഉള്ളൂ. അഗ്നി നക്ഷത്രം ഇരിക്കുന്നിടത്തെല്ലാം അഗ്നിബാധ ഉണ്ടാവും.
കത്തി ചാമ്പലാവും. എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഒരു ദോഷവുമില്ല. ഇല്ലാത്ത ഒന്നും നീയായിട്ട് ഉണ്ടാക്കി കൊണ്ടുവരണ്ട. നിങ്ങൾ എന്തിനാ അവളുടെ സൈഡ് നിൽക്കുന്നത്? അവളുടെ ആദ്യ ഭർത്താവ് എങ്ങനെയാ മരിച്ചത്? ഈ അടുത്തേ അവളുടെ വീട്ടിൽ അഗ്നിബാധ ഉണ്ടായി. അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ എളുപ്പാ. അവരവർക്ക് വരുമ്പോഴേ മനസ്സിലാവൂ. കല്യാണം പടിവാതിക്കലെത്തി. അപ്പോഴാ അഗ്നിയും വായു. അവക്കൊരു കുഴപ്പവുമില്ല. നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ ദേവിക. അവൾ ഈ വീട്ടിൽ മരുമകളായിട്ട് വന്നാൽ വച്ചടി കയറ്റമായിരിക്കും. ഇപ്പോഴെങ്ങനെയുണ്ട് അച്ഛാ? അവളെ പുകഴ്ത്തി അങ്ങോട്ട് നാവ് വായിലോട്ടിട്ടില്ല. ഇതാ കണ്ടോ, ഓരോ ലക്ഷണങ്ങൾ കാണിച്ചു തരുന്നതാ. ഞാൻ പറയുമ്പോ എല്ലാവർക്കും പുച്ഛമാ. പ്രശ്നമാ. ഈ വീടും കൊണ്ടേ അവള് പോവൂ. അച്ഛാ, നിമിത്തം ഒരു ശാസ്ത്രമാ. അത് വരാനിരിക്കുന്ന ആപത്തുകളെ കുറിച്ചേ സൂചനകൾ തരും. നശിക്കാൻ നേരത്താ നമുക്ക് ഓരോ ദുർബല ബുദ്ധികൾ തോന്നുന്നത്. അനുഭവിക്ക, അല്ലാണ്ടെന്താ? നിങ്ങൾ വാ. അച്ഛന് വല്ല കാര്യം ഉണ്ടായിരുന്നു ശ്രദ്ധിക്കാതെ തിരിയാ. മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണു എന്ന് പറയുന്നത് പോലെയാ പ്രേമയുടെ കാര്യം. ഇനി ഇത് മതി കുറെ നാളത്തേക്ക് സ്വസ്ഥത തരാതിരിക്കാൻ. അമൃതൻ അങ്ങനെ തോന്നുന്നുണ്ടോ ദേവിക്ക് ദോഷങ്ങളുണ്ടെന്ന്? എനിക്ക് തോന്നുന്നില്ല. ദേവിക നല്ല കുട്ടിയാ. അവക്കൊരു പ്രശ്നവുമില്ല. പറഞ്ഞു ഉണ്ടാക്കാതിരുന്നാ മതി. നീ ഇങ്ങനെ കള്ളനെ പോലെ മാറി നിന്നോ. നാളത്തെ ഒരു ദിവസം കഴിഞ്ഞാ ദേവിക വേറൊരുത്തനോട്ട് പൊറുതി തുടങ്ങും. അത് ഞാൻ സമ്മതിക്കും അമ്മേ. അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എടാ, നിന്റെ സമ്മതം അവക്ക് വേണ്ട. കല്യാണം അടുത്തു. നീ എന്ത് ചെയ്യുമെന്നാ ഈ പറയുന്നേ? പലതും ചെയ്യും. അമ്മ കണ്ടോ, ഇന്നേ ഞാൻ ആ ചന്ദ്രലയെ കണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ചേർന്ന് ചിലതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് എന്നോട് കൂടി പറ. അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത്ര രഹസ്യമേ. ഒരു ചുണ്ണാമ്പും നടക്കാൻ പോകുന്നില്ല. കല്യാണം കഴിഞ്ഞ് സദ്യ ഉണ്ണുമ്പോഴും നീ ഇത് തന്നെ പറയും, പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ അത്ര മണ്ടനാണെന്നാണോ അമ്മ പറയുന്നത്? നിനക്ക് ബുദ്ധി കൂടിപ്പോയി. എന്റെ അമ്മേ, കല്യാണം നടക്കില്ലെന്ന് ഉറപ്പാ. അത് പോരെ അമ്മയ്ക്ക്.